ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ സാമ്പത്തികത്തിനൊരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല, പണത്തിനൊരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ളതാണ്. അതെ, നമ്മൾ ശരിയായിട്ട് ക്ഷേത്ര ദർശനം ചെയ്താൽ തന്നെ ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയാണ് പലരും വലിയ സമ്പന്നരൊക്കെ ആയിത്തീർന്നിട്ടുണ്ട്. വലിയ വലിയ ബിസിനസ്സുകാരെ നോക്ക്, അവർ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ്. അപ്പം ശരിയായിട്ടുള്ള ക്ഷേത്ര ദർശനം ചെയ്താൽ തന്നെയും ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിശദമായിട്ട് കേൾക്കുക. നമ്മൾ എത്ര തവണ ക്ഷേത്രത്തിൽ പോയാലും അതിൽ കാര്യമില്ല. ശരിയായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരത്തില്ല, പണത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതറിയാവുന്നവർ ആ ശരിയായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുന്നവരുണ്ട്, വലിയ സമ്പത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറും. ഷെയർ ചെയ്യുമൊന്നും വേണ്ട, ആവശ്യമുള്ളവർ കണ്ടാൽ മതി. അവർക്ക് അവരുടെ ജീവിതം മാറും. ഇതൊക്കെ അവനവൻ കണ്ടുപിടിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. നമ്മളൊരാൾക്ക് ഷെയർ ചെയ്താലും അവർ കാണുന്ന നിർബന്ധമൊന്നുമില്ല. ഇത് ഈശ്വരാനുഗ്രഹം ഉള്ളവർ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തും, അവർക്കത് ഗുണം ചെയ്യും. അപ്പം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ക്ഷേത്രദർശനം ചെയ്ത് നോക്കുക. അതോടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും. ആ ദേവതയുടെ പ്രസാദം ഉണ്ടാകുമ്പോൾ സാമ്പത്തികത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല. അത് അനുഭവിക്കുന്നവർക്കറിയാം, പലർക്കും അറിയാവുന്ന കാര്യവുമാണ്. ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹം ഉണ്ടാകാൻ എങ്ങനെ ക്ഷേത്രദർശനം ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത്. വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വിശദമായിട്ട് കേൾക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആവാൻ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഫ്രീ ആകുന്നതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും സ്വയം ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതി ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതാണ്, വഴിപാട് ചെയ്യുന്നതാണെങ്കിലും പ്രാർത്ഥിക്കുന്ന അതിനൊരു രീതിയുണ്ട്. അതൊരു നല്ല കാര്യങ്ങൾ, അതെല്ലാം ഞാൻ പറഞ്ഞുതരും. ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വിശദമായിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും പറയുന്നത്. ഇനി വിശദമായിട്ട് വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ശിവഭാവത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രദർശനം ചെയ്യാറുണ്ട്. ക്ഷേത്രദർശനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഈശ്വരൻ്റെ ആ ക്ഷേത്രത്തിലെ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാതെ സമയം പോകാൻ വേണ്ടിയോ വല്ലതാണ് നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം, അല്ലേ? അപ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യം അതിൻ്റെ പുറയിലുണ്ട്. അതായത് വെറുതെ പോയി ക്ഷേത്രദർശനം ചെയ്യുകയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുന്നത്. അപ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആ ദേവത നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. മാത്രമല്ല ആ ദേവതയെ നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോഴേ നിങ്ങൾക്ക് മാറ്റം വരത്തുള്ളൂ. ഇപ്പം പല വലിയ ബിസിനസ്സുകാരും ഒക്കെ പലപ്പോഴും ക്ഷേത്രദർശനങ്ങൾ കൃത്യമായിട്ട് പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ആ ദേവതയെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് അവർക്ക് വലിയ സമ്പത്ത് വന്നുകൊണ്ടിരിക്കും. അവർ പല ക്ഷേത്രത്തിലേക്ക് ചിലപ്പോൾ ചെയ്തെന്നുമിരിക്കും സമർപ്പണങ്ങൾ. കാരണം അവരുടെ മനസ്സിൽ ആ ദേവതയെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ദേവതയെ മനസ്സിൽ ഉൾക്കൊള്ളാൻ ചില രഹസ്യ വിദ്യകളുണ്ട്. അത് എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് തലേദിവസം വൈകിട്ട് മുതൽ ആ ദേവതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം നാളെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് മുതൽ ആ ദേവതയെക്കുറിച്ച് ചിന്തിക്കണം. ഭദ്രകാളി ആയിക്കോട്ടെ, കൃഷ്ണൻ ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ഏത് ദേവത ആയിക്കോട്ടെ, നിങ്ങൾ പോകുന്ന ആ ക്ഷേത്രത്തിലെ ദേവതയെക്കുറിച്ച് തലേദിവസം വൈകിട്ട് തൊട്ടേ ചിന്തിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ദേവത വരത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾ വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇടത് സൈഡ് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇടത് സൈഡ് ചെരിഞ്ഞ് കിടന്ന് ആ ദേവതയെ സ്മരിക്കണം. ഇപ്പം കൃഷ്ണനാണെങ്കിൽ
ഇപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഉണ്ണിക്കണ്ണ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പം ഏറ്റുമാനൂരപ്പനാണ് ഏറ്റുമാനൂരപ്പ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ മതി. വീണ്ടും കിടന്നുറങ്ങുക. അപ്പോൾ ആ ദേവത നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ ചെന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താ? നമ്മളങ്ങോട്ടൊരു ക്ഷേത്രത്തിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ ചങ്ങ് നമ്മുടെ വിഷമങ്ങൾ പറയും. ബാങ്കിൽ ലോണുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, എൻ്റെ മോൻ എങ്ങനെയാണ്, എൻ്റെ മകൾക്ക് ഇന്ന് ജോലി വേണം, മോന് ജോലി വേണം. ഇപ്പോൾ ഈ ചുണ്ടുകൾ അനങ്ങുന്ന കാണാം. ഇങ്ങനെയൊക്കെ പറയാം, ബാങ്കിൽ കടമുണ്ട്, ഇതെല്ലാം പറയുന്നത് മനസ്സിൽ പറയുന്നവർ ഇങ്ങനെ ചുണ്ടനങ്ങുന്ന കാണാം. ഇതല്ല ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ദേവനല്ല ദേവിക്ക് ഒരു സമർപ്പണം. അതെന്തും ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, ഒരു പൂവായിക്കോട്ടെ, 10 20 രൂപയുടെ എള്ളെണ്ണ ആയിക്കോട്ടെ, ഒരു അർച്ചന ആയിക്കോട്ടെ, ഒരു സമർപ്പണം ആദ്യം ചെയ്യേണ്ട. ഒരു സമർപ്പണം അവിടെ ചെയ്യണം. ആദ്യം നമ്മുടെ വിഷമം പറയുകയല്ല ചെയ്യേണ്ട. പിന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, കൈയും കാലും മുഖവും ഒന്ന് കഴുകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ കൈയും കാലും മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ജലം തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു ഇപ്പം നമ്മുടെ മുഖം കഴുകുന്നു. അപ്പോൾ നമ്മുടെ ആ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ശുദ്ധി വരും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആ നിമിഷത്തിലേക്ക് വരും. നമ്മുടെ മുഖത്താണ് പ്രധാനമായിട്ടും ഉള്ള ഇന്ദ്രിയങ്ങൾ. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. നമ്മുടെ ഈ പ്രധാന ഇന്ദ്രിയങ്ങളുടെ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ്, നമ്മളെ ഇന്ദ്രിയങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ് മുഖം കഴുകുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? ഒന്ന് മുഖം കഴുകുക. പിന്നെ നമ്മുടെ ഉള്ളം കൈ കഴുകണമെന്ന് പറയുന്നത് കാരണം ഈ ഉള്ളം കൈയിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഉള്ളം കൈ കഴിയുമ്പോഴും നമുക്ക് നല്ല ഉണർവ് കിട്ടും. ഈ ഉള്ളം കൈയിലൂടെ ഈ നർവസുകൾക്കെല്ലാം ഒരു ഉണർവ് കിട്ടും. പിന്നെ കാൽപാദം കൂടെ കഴുകുക. കാൽപാദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് കാൽപാദം വെച്ചാൽ കയറുക. ആ പാദം ഒന്ന് ശുദ്ധമായിരിക്കുക. ജലം തൊടുമ്പോൾ ആ പാദത്തിന് ഒരു ഉണർവ് കിട്ടും. ആ ഉണർവാണ് ശുദ്ധിയോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, നിങ്ങൾക്കുണ്ടാകുന്ന ഉണർവ്. അതുകൊണ്ടാണ് ജലം തൊട്ട് കൈയും കാലും മുഖവും കഴുകി പൈപ്പിൽ കഴുകിയാൽ മതി. കുളത്തിലൊന്നും പോയി കഴുകണ്ട. ഇപ്പം കുളത്തിലൊക്കെ പോയി കഴുകിയാൽ ഈ കുളത്തിൻ്റെയൊക്കെ ഈ പടിയിലൊക്കെ പായലൊക്കെ ഉണ്ടെങ്കിൽ ചില വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൈപ്പിൽ കഴുകിയാൽ മതിയെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ പിന്നെ പലയിടത്തും പൈപ്പുകൾ ശരിയാക്കുന്നുണ്ട്, പൈപ്പുകൾ വെക്കുന്നുണ്ട്, ഇങ്ങനെ പലരും പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഡോക്ടർ ഈയിടെ ഒരു അമ്പലത്തിൽ ചെന്നപ്പം അവർ പറഞ്ഞ് പൈപ്പിൻ്റെ കാര്യം പറഞ്ഞു, ഈയിടെ ശരിയാക്കിയതാണ്. എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് പൈപ്പിൽ കഴുകുന്നവരുണ്ട്. അങ്ങനെ ഇതെല്ലാം നല്ല കാര്യമാണ്. കുളത്തിൽ കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇങ്ങനെ കഴുകുക. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം. അതാണ് ശരിക്കുമുള്ള മാറ്റം. സാഹചര്യത്തിനനുസരിച്ച് മാറണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജലം തൊട്ട് കഴുകുക എന്നുള്ളൂ. ഇപ്പം പൈപ്പിൽ കഴുകുക ഞാനീ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധി വരുത്തുകയാണ്. കണ്ണ്, മൂക്ക് ഒക്കെ ശുദ്ധി വരുത്തുകയാണ്. വായും ഒക്കെ നമ്മൾ വായിക്കാത്തൊഴി കഴുകണമെന്നില്ല, ഇങ്ങനെ വായു ടച്ച് ചെയ്താൽ മതി. അപ്പം മുഖം മൊത്തം കഴുകുമ്പോൾ ഇതെല്ലാം ആവും. മുഖം മൊത്തം ചെവിയിലൊക്കെ ഒന്ന് തൊടിയിക്കുക. ആ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾക്ക്. അങ്ങനെ ചെയ്യുമ്പോഴേ പ്രാർത്ഥനകൾ ഫലമുണ്ടാകുക. എന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വഴിപാടിൻ്റെ രസീത് എടുക്കുന്നു. രസീത് എടുത്തിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നു. എന്നിട്ട് ആ രസീത് അല്ലെങ്കിൽ എണ്ണയായിക്കോട്ടെ, മാലയായിക്കോട്ടെ, അർച്ചന ആയിക്കോട്ടെ, എന്തും ദേവന് സമർപ്പിക്കുക, അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുക. ആദ്യം നമ്മുടെ സങ്കടം പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞ് ആ ദേവതയുടെ മുന്നിൽ നമ്മുടെ നട്ടൽ വളച്ചൊന്ന് നമസ്കരിക്കുക. നട്ടൽ വളഞ്ഞൊന്ന് നമസ്കരിക്കുക. പറ്റുന്ന പോലെ ചെയ്താൽ മതി. മുഴുവൻ വളയ്ക്കാൻ പറ്റത്തില്ല, ചെറുതായിട്ട് ഇങ്ങനെ തല ഒന്ന് പറ്റുന്ന പോലെ കുനിച്ചാലും മതി. വളയ്ക്കാൻ പറ്റുന്നവർ നല്ലതായിട്ടൊന്ന് വളഞ്ഞ് തൊടുക. പറ്റുന്ന പോലെ എന്താണെന്ന് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നതെന്ന് പറയുക. നമ്മുടെ ഈ നട്ടലിൽ കൂടി ശരിയായിട്ട് ഊർജ്ജപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ആ ബ്രെയിൻ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോധം, നമ്മുടെ ചിന്ത ഒക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നട്ടലിൽ നിവർന്നിരിക്കണമെന്ന് പറയുന്നത്? എന്നാൽ പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ടാണ്? നട്ടലിൽ നിവർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ശരിയായിട്ട് ഊർജ്ജപ്രവാഹം ബ്രെയിനിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് ബ്രെയിനിലേക്ക് ശരിയായിട്ട് എനർജി ചെല്ലുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യം നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നട്ടിലൊന്ന് വളഞ്ഞിട്ട് നിവരുമ്പോൾ ഊർജ്ജപ്രവാഹം ശരിയാകും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ശിരസ് കുനിക്കുമ്പം നമുക്ക് ഞാനെന്നുള്ള അഹങ്കാരമില്ലാതാകും. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കുനിയുമ്പോൾ നമ്മുടെ സഹസ്രാരത്തിൽ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ദൃഷ്ടി വരും. നമ്മുടെ ഇവിടുത്തേക്ക് ആ ദേവൻ്റെ ദേവിയുടെ ദൃഷ്ടി വരുമ്പോഴാണ് നമ്മുടെ ചക്രാസ് മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുന്നത്.
അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മതി, ഒന്ന് നട്ടൽ വളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ശിരസ് പറ്റുന്ന പോലെ കുനിച്ച് ഒന്ന് തൊഴുക. അപ്പോഴും നമ്മുടെ കാര്യം പറയണ്ട. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ വഴിപാട് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയാണ് വഴിപാട് സമർപ്പിക്കുന്നത്? ക്ഷേത്രത്തിൽ പോയാൽ എന്തെങ്കിലും ദേവനല്ല ദേവിക്ക് സമർപ്പിക്കണം. അത് എന്തുകൊണ്ടാണ് സമർപ്പിക്കുന്നത്? നിങ്ങൾ സമർപ്പിക്കുന്നതുകൊണ്ടാണോ ദേവനും ദേവിയും ജീവിക്കുന്നത്? അതുകൊണ്ടാണോ? അല്ല, നിങ്ങളുടെ സമർപ്പണമില്ല ദേവനും ദേവിയും ഇല്ലാതാവുമോ? അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ സമർപ്പിക്കുന്നത് ദേവനും ദേവിക്ക് അതിൻ്റെ ഊർജം ആ സമർപ്പിക്കുമ്പോഴാ കിട്ടുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ ഇവിടെ സമർപ്പണം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന ആർക്കെന്നറിയോ? നമുക്ക് തന്നെയാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാകും. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക നല്ല മനസ്സോടെ, അല്ലെങ്കിൽ വസ്ത്രം ഇല്ലാത്ത ഒരാൾക്ക് വസ്ത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ശുദ്ധി വരും, ഹൃദയശുദ്ധി. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഹൃദയശുദ്ധി വരുന്നത്, മേടിക്കുമ്പോഴല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദേവന് സന്തോഷത്തോടെ ഒരു എണ്ണ സമർപ്പിക്കുന്നു. ആ സമർപ്പണം ശുദ്ധിയോടെ സന്തോഷത്തോടെ മനസ്സോടുകൂടി ചെയ്യുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാകും. ആ ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോൾ തൊട്ടാണ് നമ്മളിലെ ഈശ്വരീയത പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി ചെയ്യണം. ഈ ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോൾ തൊട്ടാണ് ഈശ്വരീയത നമ്മളിൽ വർക്കാവത്തുള്ളൂ. അല്ലാതെ എത്ര വഴിപാട് സമർപ്പിച്ചാലും ഫലം ഉണ്ടാകണമെന്നില്ല. അപ്പം നമ്മൾ ആ ഏറ്റവും മനഃശുദ്ധിയോടെ നമുക്ക് ഇഷ്ടമുള്ള ദേവന് സമർപ്പിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സമർപ്പണമാണ്. അതിനുശേഷം ഒന്ന് വണങ്ങുക, തലകുനിച്ച് അല്ലെങ്കിൽ നട്ടല് വളച്ച് അവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് എപ്പോഴൊന്നും നമ്മുടെ ആവശ്യം പറയരുത്. എന്നിട്ടും ഭഗവാനെ അല്ലെ ഭഗവതിയെ പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം വെക്കുന്നതിനകത്ത് കാര്യമുണ്ട്. എന്താണെന്ന് അറിയും? പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ദേവനെ അല്ലെ ദേവിയെ സങ്കല്പിക്കണം. എന്നിട്ട് നമ്മൾ ആ ദേവിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു കേന്ദ്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കേന്ദ്രത്തിൽ നിന്നും ഈ വൃത്താകൃതിയിലുള്ള ഈ നമ്മളിൽ പ്രദക്ഷിണം ചെയ്യുന്ന നമ്മളിലേക്ക് ഊർജം വ്യാപിക്കും, ചൈതന്യം വ്യാപിക്കും. അപ്പോഴാണ് ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ചൈതന്യം നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുക കൂടെ വേണം. അപ്പോഴാ ദേവതയായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും. അതുകൊണ്ടാണ് പ്രദക്ഷിണം ചെയ്യണമെന്ന് ആചാര്യന്മാർ പറയുന്നത്. പ്രദക്ഷിണം കൊണ്ട് അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് പ്രദക്ഷിണം വെച്ചാൽ ഒരു കാര്യമില്ല. നിങ്ങൾ ആ ഹൃദയത്തിൽ ദേവതയെ സങ്കല്പിച്ച് കണ്ണു തുറന്നുകൊണ്ട് തന്നെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ ദേവതയുടെ ചൈതന്യം നിങ്ങളിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ്. ആ ദേവതയുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രദക്ഷിണം ചെയ്ത് ഏറ്റവും പതുക്കെ പ്രദക്ഷിണം ചെയ്യണം. അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഏറ്റവും പതുക്കെ പ്രദക്ഷിണം ചെയ്താൽ മതി. നിശബ്ദമായി ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് സമർപ്പിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും മൗനിയായിട്ട് ചെയ്യണം. എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ക്ഷേത്രദർശനം ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലമൊന്നും കിട്ടത്തില്ല. നിങ്ങൾ മിണ്ടാതിരിക്കണം. അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും തോറും നമ്മുടെ മനസ്സിനൊരു പ്രത്യേക കഴിവ് കൈവരും. ഈ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു കഴിവ് മനസ്സിന് കിട്ടും. ഒരു വഴിപാട് സമർപ്പിച്ചാലും ഒരു ദേവതയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രദക്ഷിണം ചെയ്യുമ്പോഴും ഒക്കെ ഒരു ശരിയായിട്ട് ചെയ്യാനും അതിൽ നിന്നൊരു ഫലം കിട്ടാനും മൗനത്തിൽ ചെയ്യണം. നിങ്ങൾ സംസാരിക്കരുത്. കഴിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. തിരുമേനോട് വല്ലതും പറയാം. അല്ലെ അത് ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ആ ദേവതയുടെ ശബ്ദം അല്ലെ നാമം വാവുകൊണ്ട് വേണേൽ ഉച്ചരിക്കാം, അല്ലെ മനസ്സിൽ ഉച്ചരിക്കുക. അതിൽ തെറ്റില്ല. അല്ലാതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പാടില്ല. ദേവതയുടെ നാമം ജപിക്കുന്നതിൽ തെറ്റില്ല. നാവുകൊണ്ട് ജപിക്കാം, പിന്നെ മനസ്സുകൊണ്ട് ജപിക്കാം. അപ്പം പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു രഹസ്യവിദ്യ ചെയ്യുക. ഈ ദേവതയുമായിട്ട് ലയം ഉണ്ടാകും, ദേവതാ വശ്യം ഉണ്ടാകുന്നൊരു വിദ്യ പറഞ്ഞിട്ടാണ്. അതായത് നമ്മൾ ദേവൻ്റെ അല്ലെ ദേവിയുടെ മുന്നിൽ നിന്ന് വിഗ്രഹത്തിന് കറക്റ്റ് നേരെ നിൽക്കരുത്, അല്പം ചെരിഞ്ഞ് നിൽക്കണം. അതെന്തുകൊണ്ടാണെന്നറിയാം? ഈ ഊർജം വ്യാപിക്കുന്ന ശരിക്കും നേരെയല്ല, അല്പം വൈഡായിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഫാനിൻ്റെ കാറ്റ് ശ്രദ്ധിക്കുക. അതും ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വൈഡായിട്ടാണ് വരുന്നത്, അല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല, വൈഡായിട്ടാണ്. അപ്പോൾ ഈ ഊർജ്ജ വ്യാപനമല്ല, അല്പം വൈഡായിട്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആ ക്ഷേത്ര ദേവതയുടെ നേരെ നിൽക്കരുത്, അല്പം മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുക. അല്പം, അതായത് 30 ഡിഗ്രി മാറി നിൽക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. നിങ്ങൾ ഡിഗ്രി ഒന്നും നോക്കണ്ട. നിങ്ങൾ ദേവതയുടെ അല്പം മുമ്പിൽ നിന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴാ ആ ദേവതയുടെ അനുഗ്രഹം കൂടുതലായിട്ട് കിട്ടാൻ ഉപകരിക്കും. എന്നിട്ട് നിങ്ങളുടെ മുറി ശ്വാസത്തെ, ചെറുശ്വാസത്തെ, നമ്മളെല്ലാം ചെറുശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജനിക്കുമ്പോൾ തൊട്ട് ഈ ചെറുശ്വാസമുള്ള പ്രകൃതിയാണ്. അതാ ഈശ്വരൻ. ആ ചെറുശ്വാസമാണ് ഈശ്വരൻ, ആ ശ്വാസമാണ് ഈശ്വരൻ. അതായത് വാശി എന്നുള്ളത് തമിഴിൽ പറയുന്നത്
തിരിച്ചിടുമ്പോൾ ശിവ എന്നാകുന്നു. അത് ഈശ്വരൻ തന്നെ, ആ ചൈതന്യമാണ്. ഈ ചെറിയ ശ്വാസത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക, കണ്ണ് തുറന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക, ചെറു ശ്വാസത്തിൽ. അത് നിങ്ങൾ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോകണ്ട. സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്വസിക്കുന്ന ആ ചെറു ശ്വാസത്തെ മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ദേവതയെ നോക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ണു തുറന്ന് തന്നെ ദേവതയെ പ്രാർത്ഥിക്കുക. അപ്പം ദേവതാ വശ്യമുണ്ടാകും. നിങ്ങൾ പറയുന്ന കാര്യം ആ ദേവത നടത്തിത്തരും. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ചെയ്തു നോക്കുക. നിങ്ങളും ആ ദേവതയായിട്ട് വലിയൊരു മാനസികമായിട്ട് ഐക്യമുണ്ടാകും, ലയമുണ്ടാകും. മാനസികമായിട്ട് ആ ദേവതയുമായി, ദേവതയുടെ ബോധവുമായി, ദേവതാ ചൈതന്യമായി നിങ്ങൾക്കൊരു ലയമുണ്ടാകും. നിങ്ങൾക്ക് ദേവതാ വശ്യമുണ്ടാകും. നിങ്ങൾ പറയുന്ന കാര്യം ദേവത നടത്തിത്തരും. അപ്പോൾ ഈ മുറിശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു അല്പനേരം, 1 മിനിറ്റോ 1/2 മിനിറ്റോ എത്രയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ വേറൊന്നും അതിൻ്റെ ഇടയ്ക്ക് മനസ്സ് പോകരുത്. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചിലരുണ്ടല്ലോ, എവിടെ വന്നാലും ഇങ്ങനെയൊക്കെ നോക്കിയാൽ അങ്ങനെയൊന്നും മനസ്സ് പോകരുത്. കണ്ണ് ആവശ്യമില്ലാതെ പോകരുത്. മനസ്സിലായല്ലോ? കണ്ണ് നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ ശ്രദ്ധ പോകുന്നതിൻ്റെ അർത്ഥം കണ്ണിൻ്റെ ഒപ്പം മനസ്സും പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക, വേറൊരു ചിന്തയില്ലാതെ. ഈ മുറിശ്വാസത്തെ ഒന്ന് 1/2 മിനിറ്റോ 1 മിനിറ്റോ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ദേവതയെ കണ്ണ് തുറന്നോട്ടെ ഇതെല്ലാം ചെയ്യുന്നത്. ദേവതയെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദേവതാവശ്യമുണ്ടാകും. ദേവത നിങ്ങൾക്ക് ഏത് കാര്യവും നടത്തിത്തരും. ഇത് ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ അവസാനം ചെയ്താൽ മതി. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് പ്രസാദം കിട്ടുന്നതിന് മുമ്പായിട്ട് ചെയ്യണം. പ്രസാദം നമുക്ക് കിട്ടുന്നതിന് മുമ്പായിട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞ് പ്രസാദം മേടിക്കുക, അത് ഫലമുണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു, തലേദിവസമേ രാത്രി മുതൽ ആ ദേവതയെക്കുറിച്ച് ചിന്തിക്കണം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ കൈയും കാലും മുഖം കഴുകിയിട്ട് ഈ ചെവിയിലും അല്പം വെള്ളം തൊടണം. കാരണം ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉണരുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഈ ഇന്ദ്രിയങ്ങളെല്ലാം പല വഴിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഏകാഗ്രത കിട്ടത്തില്ല. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു ഉണർവുണ്ടാകുമ്പോൾ ആ ഉണർവോടുകൂടി നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. അപ്പം മുഖം കഴുകുക, ഇങ്ങനെ ചെവി ഒന്ന് അല്പം വെള്ളം തൊടുക, പിന്നെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. മുഖം കഴുകിക്കഴിഞ്ഞാൽ മുഖം കഴുകുമ്പോൾ മൂക്ക്, കണ്ണ്, ഇവിടെ വായ്, അത്രയും നമുക്ക് അതിൽ ഉണർവ് കിട്ടും. പിന്നെ ഇവിടെ ഒന്ന് തൊടിയിക്കുക, കൈയും കാലും കഴുകുക, ഉള്ളം കൈ കൂടെ കഴുകുക, കൈയും കാലും കഴുകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു ഉണർവുണ്ടാവും. ഉണർവോട് കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് വഴിപാട് സമർപ്പിക്കുകയാണ്. പിന്നെ ചെയ്യേണ്ടത് പ്രദക്ഷിണം ചെയ്യുകയാണ്. പിന്നെ പ്രസാദം കിട്ടുന്നതിന് മുമ്പായിട്ട് ഞാനീ പറഞ്ഞ രഹസ്യവിദ്യ ചെയ്യുക. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്ത് നോക്കി നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്ക് പിന്നെ സാമ്പത്തികത്തിനൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. ദേവതയെ നിങ്ങളിൽ പ്രസാദിച്ചു തുടങ്ങിയാൽ അതിനാണ് ദേവതാവശ്യം എന്ന രഹസ്യം, ശരനൂൽ രഹസ്യം പറഞ്ഞു തന്നെ. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇതാർക്കും ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാൻ അറിയണം. അറിയാതെ എങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം സാക്ഷാൽ പരമേശ്വരൻ്റെ. അപ്പം നമ്മളൊക്കെ കൂടുതലും സന്യാസിമാരല്ലേ, യോഗികൾ, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നാണ് ഞാനീ പറഞ്ഞു തരുന്നത്. നമ്മൾ ശിവയോഗിയാണ്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ക്രിയാകുണ്ടലിൽ പ്രാണായാമം ദീക്ഷ കിട്ടിയതാണ്. ഞാൻ ശിവയോഗ ചെയ്യുന്ന ആളാണ്. അപ്പം ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതൊന്നും ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. രഹസ്യവിദ്യ, ദേവതാവശ്യമാണ് പറഞ്ഞു തന്നെ. ഇങ്ങനെ ക്ഷേത്രദർശനം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫലമുണ്ടാകും. ഇനിയും നമ്മളിപ്പോൾ ക്ഷേത്രദർശനം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, അതായത് കാഴ്ച, ഗന്ധം, കേൾവി, പിന്നെ ത്വക്കെന്നുള്ളത് സ്പർശനം, നാവെന്നുള്ളത് നമ്മുടെ ശബ്ദം, ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്ക് ആ ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും പുതിയ അനുഭവം ഉണ്ടാകും. പഞ്ചേന്ദ്രിയങ്ങൾ തെറ്റായ ചിന്തകളിൽ നിന്നും, തെറ്റായ പല കാര്യങ്ങളിൽ നിന്നും മാറി നന്മയിലേക്ക്, അല്ലെ ഈശ്വരബോധത്തിലേക്ക് വരും ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ. അതാണ് ക്ഷേത്രദർശനത്തിൻ്റെ പ്രാധാന്യം. നമ്മളിപ്പം വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ പലതും കാണുന്നു. അപ്പം നമ്മുടെ മനസ്സ് അതിൻ്റെ പുറകെ പോകും. പലതും കേൾക്കുന്നു, പല കാര്യങ്ങളും, എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നത്, ആ മനസ്സ് അതിൻ്റെ പുറകിലേക്ക് പോകും. പല കാര്യങ്ങളും സംസാരിക്കുന്നു, മനസ്സ് അതിൻ്റെ പുറകിലേക്ക് പോകും. അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ
മനസ്സ് പല പല മോശമായ കാര്യങ്ങളിലേക്കും പോകാം. അപ്പം നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ നമ്മൾ പല ഒരു മനസ്സിനെ വിഷമിക്കുന്ന വാർത്തകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തർ പറയുന്ന കുറ്റങ്ങൾ കേൾക്കുന്നു, കുറ്റങ്ങൾ പറയുന്നു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇരിക്കുമ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ മനസ്സ് പലപ്പോഴും ഒരു ദുഷിക്കാറുണ്ട്. ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മുഴുവൻ ഈശ്വരീയമായ അനുഭവമാണ്. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത്. കാരണം അവിടെ നമ്മൾ വിഗ്രഹം കാണുന്നു, വിഗ്രഹത്തിലെ ദീപങ്ങൾ കാണുന്നു, മുന്നിലുള്ള ദീപങ്ങൾ കാണുന്നു. കണ്ണിനതൊരു നല്ല അനുഭവമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഒക്കെ ഗന്ധം അത് മൂക്കിന് നല്ലൊരു അനുഭവമാണ്. നമ്മൾ നാമം ജപിക്കുന്നു, നാവിനതൊരു അനുഭവമാണ്. നമ്മൾ മണിനാദം കേൾക്കുന്നു, ശംഖുനാദം കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്ന മന്ത്രം തന്നെയാണെങ്കിൽ നമ്മൾ കേൾക്കുന്നു, അത് ചെവിക്കൊരു അനുഭവമാണ്. ചന്ദനം മേടിച്ച് ചന്ദനം പ്രസാദമായിട്ട് വാങ്ങി നമ്മൾ ത്വക്കിൽ നെറ്റിയിൽ തൊടുന്നു, അത് ആ ത്വക്കിനൊരനുഭവമാണ്. ആ സ്പർശം ആ ത്വക്കിനുണ്ടാകുന്ന ഒരു അനുഭവമാണ്, ഈശ്വരീയ അനുഭവമാണ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ക്ഷേത്ര ദർശനം കൊണ്ടൊരു ആത്മീയമായ ഉണർവ് അല്ലെ ആത്മീയമായ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്കും അതൊരു അനുഭവമാണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന പ്രസാദമാണെങ്കിൽ പോലും അതിലെ ചന്ദനം എന്ന് പറഞ്ഞാൽ ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുപോലെ നൈവേദ്യം ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്ന ദീപം, നമ്മളിപ്പോൾ നെയ്വിളക്ക് വെക്കുന്നു അല്ലെങ്കിൽ ദീപം കാണുന്നു, അത് അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ധൂപം കർപ്പൂരം കത്തിക്കുന്നു അല്ലെ ചന്ദനത്തിന് കത്തിക്കുന്നു, ധൂപം അത് വായു തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. പുഷ്പം നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ പുഷ്പമൊക്കെ പ്രസാദമായിട്ട് കിട്ടുന്നു, അത് ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു, പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു. അതോടൊപ്പം വഴിപാട് സമർപ്പിക്കുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാകുന്നു. ഇതെല്ലാം ക്ഷേത്രത്തിൽ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ദേവതയെ നോക്കി പ്രാർത്ഥിക്കുന്നു ശ്രീകോവിലിനുള്ളിലേക്ക്. അവിടെ ദേവത, ഇപ്പം ഇത് ദേവതയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ദേവതയെ നോക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടി ഈ ദേവതയിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു എനർജി നിങ്ങളുടെ ആജ്ഞയിലേക്ക് വരും. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പം ത്രാടകം ചെയ്യുന്നവർക്കറിയാം, ത്രാടകം എന്ന വിദ്യ ചെയ്യുന്നവർക്കറിയാം. നമ്മളൊരു ദീപം കത്തിച്ചിട്ട് ആ ദീപത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ദീപത്തിൽ നിന്ന് ഒരു എനർജി നമ്മുടെ ആജ്ഞയിലേക്ക് വരും. അത് നമ്മളിൽ പരിവർത്തനം ഉണ്ടാക്കും. ത്രാടകം ചെയ്യുന്നവർക്കറിയാം. അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ ആ ദേവനെ നമ്മൾ ദർശിക്കുമ്പോൾ ആ ദേവതയിൽ നിന്നൊരു ഊർജ്ജം നമ്മുടെ ആജ്ഞയിലേക്ക് വരും. അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ ദേവനെ ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഒരു ക്ഷേത്ര ദർശനം കൊണ്ടുള്ള ഗുണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ? അപ്പം നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ എത്ര മനോഹരമായിട്ടാണ് ആ ക്ഷേത്ര ദർശനം വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒക്കെ ഒരു പുതിയ അനുഭവം, നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാകുന്നു. നമുക്ക് അവിടെ നമ്മുടെ ആജ്ഞയിൽ ആ ബോധത്തിന് ഉണർവുണ്ടാകുന്നു. നമുക്ക് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ദേവതയുമായി ഐക്യമുണ്ടാകുന്നു. നമ്മുടെ ആ ദേവതയുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കുന്നു. ദേവതയുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ദേവതയുടെ ഗുണങ്ങൾ നമ്മളിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. ദേവതയുടെ ഗുണങ്ങളല്ല, നന്മ, സമ്പത്ത്, ഐശ്വര്യം, ഇതൊക്കെയാണ്. അത് നമുക്കും ഉണ്ടായി വരുന്നു. ഇതൊക്കെ ക്ഷേത്രദർശനം കൊണ്ട് സംഭവിക്കുകയാണ്. ഇത്ര മനോഹരമായൊരു കാര്യം ലോകത്തിൽ എവിടെയാണ് ഉള്ളത്? നോക്കൂ, എന്തെല്ലാം കാര്യങ്ങളാണ് ക്ഷേത്രദർശനത്തിൽ നടക്കുന്നത്. നമ്മൾ കഴിവതും ചില ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം നാമജപത്തിനെന്ന്. അത് നല്ല കാര്യമാണ്. ശബ്ദം എന്തിനാണ്? നാമജപത്തിന്. എവിടെ വെച്ചാൽ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആരുടെയും കുറ്റം പറയുക, അല്ലെങ്കിൽ നിൻ്റെ മോൻ എവിടെ പോയടി, നിൻ്റെ മോൾ കാനഡയിൽ പോയോടി, ഇതൊന്നും ചോദിക്കാനുള്ളതല്ല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗം. ക്ഷേത്രത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് നിങ്ങൾ ബസ് കയറാൻ നിൽക്കുമ്പോഴൊക്കെ മോള് കാനഡയിൽ പോയോ, മോൻ ജപ്പാനിൽ പോയോ ഒക്കെ ചോദിക്കാം. ഇതൊന്നും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. പല ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം. അതുകൊണ്ടാണ് എഴുതി വെച്ചത് ശബ്ദം നാമജപത്തിനെന്ന്. ക്ഷേത്രത്തിൽ ചെന്നാൽ മൗനമായിട്ടിരിക്കുക, പിന്നെ ഈശ്വരനാമം ജപിക്കുക, ആ ദേവതയുടെ നാമം ജപിക്കുക, അത് മാത്രമേ പാടുള്ളൂ. പിന്നെ തിരുമേനിയോട് എന്തെങ്കിലും പറയണമെങ്കിലും പറയാം. അല്ലാതെ നമ്മുടെ നാട്ടിലെ കാര്യവും വീട്ടിലെ കാര്യവും നമ്മൾ കാണുന്നവരുടെ കാര്യവും തിരക്കാനുള്ള ഒരു സ്ഥലമല്ല ക്ഷേത്രം.
ഈ ക്ഷേത്രത്തിന് ഇത്രയും പരിപാവനതയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ. നിങ്ങളൊക്കെ ക്ഷേത്രദർശനം ചെയ്യുന്നവരായിരിക്കാം. ഇനിയും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളത് മനസ്സിലാക്കി ഒന്ന് ക്ഷേത്രദർശനം ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്കത് ഭയങ്കര ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കും, ഭയങ്കര അനുഭവമായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്നത്, എടാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്താൽ ഇത്രയും ഒരു ഊർജ്ജം കിട്ടുമോ, ഇത്രയും ഒരു സന്തോഷം കിട്ടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താണ്? അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. തലേദിവസം രാത്രി മുതൽ ആ ദേവതയെക്കുറിച്ച് ചിന്തിക്കണം. ഇതാരും പറഞ്ഞു തരത്തില്ല. തലേദിവസം രാത്രി മുതൽ ആ ദേവതയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ദേവതയെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മനസ്സിനെ കുറച്ച് മുമ്പ് തൊട്ടേ പാകപ്പെടുത്തിയെടുക്കണം. അതാണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം. അതാണ് തലേദിവസം മുതൽ ആ ദേവതയെ തലേദിവസം വൈകിട്ട് മുതൽ ആ ദേവതയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. നമുക്ക് ആ ദേവതയുടെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ അത് തലേദിവസം രാത്രി മുതലേ ആ ദേവതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ദേവതയെ ലയിച്ച് വഴിപാട് ചെയ്യാനും പ്രാർത്ഥിക്കാനും പറ്റും. ചെറിയ കാര്യമാണ്, പക്ഷേ ഇതൊക്കെ അറിയേണ്ടത്. എല്ലാം ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നു, ചുമ്മാ കുറേ വീഡിയോകൾ കാണുന്നു, അതിലൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാത്തവർക്ക്. ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു, സാറിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കുറച്ച് നാളായി കണ്ടിട്ട് സമയമില്ല. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. പുള്ളി ഞെട്ടിപ്പോയി. അതെന്നാ വീഡിയോ കാണുന്നില്ലെന്ന് പറഞ്ഞു, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു ആവശ്യമുള്ളവർ കാണുന്നുണ്ട്, താങ്കൾക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്തവർ കാണുന്നുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഒരു നല്ല കാര്യമാണ്. ആവശ്യമുള്ളവർ കണ്ടാൽ മതി, അവർക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആവശ്യമില്ലാത്തവർ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് സന്തോഷമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, ആവശ്യമുള്ളവർ കണ്ടാൽ മതി. ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും, അറിയുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അല്ലാത്തൊരു വഴി പോട്ടെന്നേ. അതാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. ഇത് ഒരു ആവശ്യമുള്ളവൻ്റെ ഒരു കാര്യം കിട്ടുമ്പോഴേ അത് പ്രയോജനം കിട്ടത്തുള്ളൂ. ആവശ്യമുള്ളവൻ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവനൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വേസ്റ്റാണ്. ആവശ്യമുള്ളവർ അവർ കാണുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, അത് മതി. ഞാൻ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർക്ക് പ്രയോജനം കിട്ടും, അപ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്. ഇതൊന്നും നല്ല കാര്യങ്ങളോട് താല്പര്യം ഇല്ലാത്തവർ ഇതൊന്നും കാണത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വഴിയിൽ പോട്ടെ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീഡിയോ ഷെയറും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആവശ്യമുള്ളവർ കണ്ടെത്തിക്കോളും. അല്ലാത്തവരൊക്കെ ഓരോന്നിൻ്റെ പുറകെ പോയി ജീവിതവും കളഞ്ഞ് പൈസയും കളഞ്ഞ് അതൊക്കെ അനുഭവദോഷം കാണും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരവൻ്റെ അനുഭവദോഷം അവനവൻ അനുഭവിച്ച് തീർക്കട്ടെ. നമുക്കതിൽ ഒരു വിരോധമില്ല. ആവശ്യമുള്ളവർ കാണുക, അതാണ് നമുക്ക് സന്തോഷം. അവർ ചെയ്യുന്നുണ്ട്, അവർക്ക് ഫലം കിട്ടുന്നുണ്ട്, അവർ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്, അവരുടെ ജീവിതം മാറുന്നുണ്ട്, അവരുടെ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു കാര്യം ആ വീഡിയോയുടെ ആദ്യം പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് മറന്നുപോയി. ഒരാൾക്ക് ഒരു സാമാന്യം നല്ല തുക കിട്ടാക്കടം കിട്ടാനുണ്ടായിരുന്നു. അവർ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്, ഞാനതൊന്നും ഡിലീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അവർക്ക് ആ പൈസ കിട്ടി, മുഴുവനും കിട്ടി. സാമാന്യം നല്ലൊരു തുകയാണ്. വലിയ സന്തോഷം. ഭദ്രകാളിക്ക് ചെയ്യുക. കാരണം നമുക്കൊരു 10 രൂപയാണെങ്കിലും കിട്ടാനുള്ളത് കിട്ടാതെ പോകുന്നത് ഒരു വലിയ വിഷമമാണ്. കാരണം നമുക്ക് അർഹതപ്പെട്ട നമ്മൾ കൊടുത്ത പൈസയാണ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു രൂപയ്ക്ക് വരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ജീവിതം ഉണ്ടാകും. അപ്പം സാമാന്യം നല്ലൊരു തുക കിട്ടാനുണ്ടായിരുന്നത്, കിട്ടാക്കടം ഞാൻ ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം ചെയ്ത് അവർക്ക് മുഴുവൻ പൈസയും കിട്ടി. സാമാന്യം നല്ല തുകയാണ്. ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇത്ര വിശദമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാണ് ഫലം ലഭിക്കുന്നത്. അല്ലെ ചുമ്മാ പോയെന്ന് ചെയ്താലോ ചുമ്മാ ഒരു കാര്യം ചെയ്താലോ ഒന്നും ഫലം കിട്ടത്തില്ല. ഞാൻ ഇത്ര വിശദമായിട്ട് ഏതൊരു കാര്യവും നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് പിന്നെ ചെയ്യേണ്ട കാര്യം ചെയ്താലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടും ഇത്ര വിശദമായി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടുമാണ് അവർക്ക് വലിയ സന്തോഷം. അവരെന്നോട് ഒരുപാട് നന്ദി പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അതൊക്കെ വാട്സാപ്പിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ആ വാട്സാപ്പിൽ വന്ന കാര്യങ്ങൾ അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. ഒരു ഫോൺ വല്ലതും ഇതായതേ ഉള്ളൂ. പക്ഷേ എങ്കിലും അതെല്ലാം ഞാനിങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ആ ഒരു കാര്യങ്ങളെ സൂക്ഷിച്ച് വെക്കാറുണ്ട് പലതും. ഇതിൽ വലിയ സന്തോഷം. അപ്പം അതുപോലെ ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്ത് നോക്കുക, ജീവിതം മാറും. പണത്തിനൊരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ നമുക്ക് സാമ്പത്തികം എല്ലാം വന്നു ചേരും. ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതൊക്കെ തടസ്സപ്പെടുന്നത്. പിന്നെ ടെൻഷൻ മനസ്സിൽ നമുക്ക് മാറ്റിയേക്കണം. എന്ത് ചെയ്താലും ടെൻഷൻ കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വരുന്ന വെച്ച് കാണാനേ
ഏതായാലും ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ടെൻഷൻ കൊണ്ടാണ് പലർക്കും വഴിപാട് ചെയ്താൽ ഫലം കിട്ടാത്തത്, അല്ലെങ്കിൽ ജോലി ചെയ്താൽ ഉയർച്ച ഉണ്ടാകാത്ത ടെൻഷൻ കൊണ്ടാണ്. ടെൻഷൻ കളയാ, ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലും സംഭവിക്കാനുള്ള വരാനുള്ളത് വരും, നമുക്ക് വരുന്ന വഴിക്ക് നോക്കാന്നേ. ഏതെങ്കിലും ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ടെൻഷൻ കളഞ്ഞിട്ടൊന്നും ഒരു പ്രാർത്ഥന ചെയ്താലും ഒരു വഴിപാട് ചെയ്താലും നിങ്ങളുടെ തൊഴിൽ ചെയ്താലും ഏറ്റവും വലിയ ഉയർച്ചകളുണ്ടാവും. കാരണം ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.